السلام عليكم ورحمة الله تعالى وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. എന്തെല്ലാവരും വർത്താനം റാഹത്തല്ലേ, സുഖം തന്നെയല്ലേ? ഒരു പക്ഷേ നമ്മൾ നിലകൊള്ളുന്നത് ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന നിമിഷത്തിലാകൂലേ? ഈ ഒരു മഗ്‌രിബിക്ക് ശേഷം മാസം ദർശിക്കുകയാണെങ്കിൽ മുഹറമിൻ്റെ ആദ്യ രാവുമായിരിക്കില്ലേ ഈ ഒരു മഗ്‌രിബിക്ക് ശേഷമുള്ള സമയം എന്നുള്ളത്. എന്താണെങ്കിലും അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാനൊരു സ്വലാത്താണ് പറയുന്നത്. നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ. കടങ്ങൾ ഒരു മെയിൻ പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ ഇപ്പോൾ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രോബ്ലമാണ്, വലിയ ഒരു ട്രാജഡിയാണ് ശരിക്കും ഈ ഒരു കടങ്ങൾ എന്നുള്ളത്. കടങ്ങൾ കാരണം ഈ ജീവിതത്തെ പോലും അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന എത്ര ആളുകളുണ്ട് അറിയോ? കടങ്ങൾ കാരണം ജീവിതത്തിലൊരു സമാധാനമല്ലാണ്ട് സ്വന്തം വീട്ടിൽ പോലും നിൽക്കാൻ കഴിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാട് മാറിപ്പോകുന്ന ആളുകൾ. അതുപോലെ കുടുങ്ങിയ അവസ്ഥയിൽ ലോൺ എടുത്തിട്ട്, ലോൺ ഹറാമാണ് എന്നുള്ള ധാരണയുണ്ട്, വിവരമുണ്ട്. പക്ഷെ കുടുങ്ങിയ അവസ്ഥയിൽ അത് എടുത്തുപോയി വീട് ജപ്തിയുടെ വക്കത്താണ്. അല്ലെങ്കിൽ ഇങ്ങനെ പല രീതിയിലുള്ള കടങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങൾ നമുക്കുണ്ടല്ലേ. ഇങ്ങനെ നമുക്കുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പടച്ച റബ്ബ് നമുക്ക് സൊല്യൂഷൻ തരും. എന്താ നമ്മൾ ചെയ്യേണ്ടത് അറിയോ? മുഹറമിൻ്റെ ആദ്യ രാവിലെ, ഒരു പക്ഷേ ഇന്ന് ഈ ഒരു മഗ്‌രിബിക്ക് ശേഷമുള്ള സമയം മാസം കാണുകയാണെങ്കിൽ, അല്ല എന്നുണ്ടെങ്കിൽ നാളെ ബുധനാഴ്ച മഗ്‌രിബിക്ക് ശേഷമുള്ള സമയം ഉറപ്പാണല്ലോ. ഈ രണ്ടാലൊരു സമയത്ത് ഏത് രാവാണോ ആദ്യ രാവ്, ആ ഒരു രാവിലെ നമ്മൾ മനസ്സറിഞ്ഞിട്ട് ഈ പറയാൻ പോകുന്ന നമുക്കെല്ലാവർക്കും പരിചയമുള്ള സ്വലാത്ത് തന്നെയാണ്. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയിട്ട് പടച്ച റബ്ബിനോടൊന്ന് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പടച്ചോൻ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ഒരു മഖ്റജ്, ഒരു എക്സിറ്റ് നൽകും. യാതൊരു ഡൗട്ടും വേണ്ട. ഒരുപാട് ആളുകൾക്ക് ഫലം ലഭിച്ച, ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ്, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു സ്വലാത്താണ്. നീട്ടിപ്പരത്തി പറയുന്നില്ല, സ്വലാത്തിലേക്ക് വരാം. സ്വലാത്തു താജ് അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? കിരീടമണിഞ്ഞ സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിലെ രാജാവ്. അത്ര പവറാണ് ഇതിന്, അത്രക്ക് എന്താ പറയുക, അത്രക്ക് ശക്തിയാണ്. മനസ്സിലായില്ലേ? اللهم صل على سيدنا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم الله عاصمه وجبريل خادمه والبراق مركب والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وآله وأصحابه وسلموا تسليما. ഇതാണ് സ്വലാത്തു താജ്. അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? ഈ ഒരു സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് ഗുണങ്ങൾ, ഫലങ്ങൾ പടച്ച റബ്ബ് നമുക്ക് തരും. യാതൊരു ഡൗട്ടും വേണ്ട. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചൊല്ലിയിട്ട് പടച്ചവന് മുമ്പിൽ കൈ ഉയർത്തി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുക. ഒരിക്കലും തട്ടൂല. പുതുവർഷമാണ്, അതിൻ്റെ ആരംഭഘട്ടമാണ്. ഓനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓൻ്റെ ഹബീബിൻ്റെ മേലുള്ള അമൽ ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നത്, പടച്ചോനെ ഇനിയെങ്കിലും ഞങ്ങൾക്ക് കടങ്ങളില്ലാത്ത, ലോണുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു വർഷമാക്കി തരണേ പടച്ചോനെ. വേറെ ഒരാളെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടേണ്ട സാഹചര്യം, സിറ്റുവേഷൻ ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ഇങ്ങനെയുള്ള നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യുക. വഫഖന അല്ലാഹ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.